ഇനി നമ്മൾ നാലാം കോളത്തിലേക്ക് വരികയാണ്. നാലാം കോളത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യെസ്, പൊസസീവ് പ്രോനൗൺ. ഇതിനു മുമ്പ് വന്നത് പൊസസീവ് ആഡ്ജക്റ്റീവ് ആയിരുന്നു എന്ന കാര്യം മറക്കരുത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൊസസീവ് പ്രോനൗണാണ്. പൊസസീവ് എന്ന് പറഞ്ഞാൽ കൈവശാവകാശമെന്നും പ്രോനൗൺ എന്ന് പറഞ്ഞാൽ സർവനാമം എന്നുമാണല്ലോ. അപ്പോൾ ഈ വാക്കുകൾ അർത്ഥമാക്കുന്നത് പോലെ ഇത് കൈവശാവകാശം കാണിക്കുന്ന ഒരു സർവനാമമാണ്. ഇതിനു മുമ്പ് കണ്ട പൊസസീവ് ആഡ്ജക്റ്റീവ് കൈവശാവകാശം കാണിക്കുന്ന ഒരു നാമവിശേഷണമായിരുന്നു, സർവനാമമല്ലായിരുന്നു. അത് സർവനാമത്തിൽ നിന്നുണ്ടായ ഒരു നാമവിശേഷണം മാത്രമായിരുന്നു എന്ന് മറക്കരുത്. പക്ഷേ ഇത്, അതായത് പൊസസീവ് പ്രോനൗൺ, നമ്മുടെ നാലാമത്തെ കോളത്തിൽ വരുന്നവ സർവനാമങ്ങളായിരിക്കും. അവ വെറും സർവനാമങ്ങളല്ലായിരിക്കും, കൈവശാവകാശം കൂടി കാണിക്കുന്ന സർവനാമങ്ങളായിരിക്കും. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഓരോ സർവനാമത്തെ എടുത്തെടുത്ത് പഠിക്കുമ്പോൾ വ്യക്തമായി വരും. ഓക്കെ, നാ സർവനാമങ്ങളുടെ ഈ രൂപത്തിന്, അതായത് നാലാം കോളത്തിൽ വരുന്ന ഈ രൂപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഈ നാലാം കോളത്തിൽ വരുന്ന സർവനാമങ്ങൾ നമുക്ക് കർത്താവായും കർമ്മമായും ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒന്നാം കോളത്തിൽ വരുന്നവയെ കർത്താവായും രണ്ടാം കോളത്തിൽ വരുന്നവയെ കർമ്മമായും നാലാം കോളത്തിൽ വരുന്നവയെ കർത്താവായും കർമ്മമായും ഉപയോഗിക്കാം. അതേസമയം മൂന്നാം കോളത്തിൽ വരുന്നവയെ കർത്താവായോ കർമ്മമായോ ഒന്നുമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് വെറും ഒരു നാമവിശേഷണം മാത്രമാണ്. കർത്താവായോ കർമ്മമായോ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് കർത്താവിൻ്റെയോ കർമ്മത്തിൻ്റെയോ കൂട്ടത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. അതായത് മൂന്നാം കോളത്തിൽ വരുന്നവ നാമവിശേഷണങ്ങളായതിനാൽ അവയ്ക്ക് ഏത് നാമത്തിൻ്റെ കൂട്ടത്തിലും പോകാം. ആ നാമം കർത്താവായിട്ട് വരുമ്പോഴോ കർമ്മമായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റായിട്ട് വരുമ്പോഴോ എങ്ങനെ, എന്ത് കൂട്ടത്തിൽ നാമം എവിടെയെല്ലാം പോകുന്നുണ്ടോ ആ കൂട്ടത്തിലെല്ലാം അതിന് പോകാൻ പറ്റും. പക്ഷെ അത് അതിനാൽ തന്നെ കർമ്മമോ കർത്താവോ ഒന്നും ആയില്ല. മനസ്സിലെ? അപ്പോൾ ഈ നാമവിശേഷത്തിന് ആരുടെ കൂട്ടത്തിലും പോകാം. പക്ഷെ എവിടെ പോയാലും, കർത്താവിൻ്റെ കൂട്ടത്തിൽ പോയാലും കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ പോയാലും എന്തിൻ്റെ കൂട്ടത്തിൽ പോയാലും അതെപ്പോഴും ആട്രിബ്യൂട്ടീവ് ആയിരിക്കണം എന്ന് മാത്രം. മനസ്സിലായോ? അത് മൂന്നാം കുളത്തിലെ കാര്യമാണ് പറഞ്ഞത്. നമുക്കെല്ലാം തിരിച്ച് വീണ്ടും ഇത് പറയാം, നാലാം കുളത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് നാലാം കുളത്തെ പറ്റിയായിരുന്നു. ഓക്കെ, അപ്പോൾ നാലാം കോളത്തിൽ എന്തെല്ലാം എഴുതും? കൈവശാവകാശം കാണിക്കുന്ന സർവനാമം. പൊസസീവ് പ്രോനൗണിൻ്റെ താഴെ എഴുതേണ്ടത് കൈവശാവകാശം കാണിക്കുന്ന സർവനാമം. ഒരു വരിയും കൂടി എഴുതാനുണ്ട്. എന്താണ്? കർത്താവായും കർമ്മമായും വരും. എഴുതിക്കണം രണ്ടും. അടുത്തത് എന്താണ്? പൊസസീവ് പ്രോനൗണിൻ്റെ താഴെ എഴുതേണ്ടത് കൈവശാവകാശം കാണിക്കുന്ന സർവനാമം. അതിൻ്റെ താഴെ വീണ്ടും എഴുതണം കർത്താവായും കർമ്മമായും വരും. എഴുതിയാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടിയിൽ നേരിട്ട് ഒരു വര അങ്ങ് വരച്ച് ഇതിനെ അങ്ങ് വേർതിരിച്ചേക്കാം. എനിക്കറിയാം
ഇപ്പോൾ 1000 സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോൾ ചോദിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഓരോരോ സർവനാമത്തെയും പ്രത്യേകം എടുത്ത് അതിനെ വിശദമായി അപഗ്രഥിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സംശയങ്ങൾ മാറിക്കിട്ടും. ഇതെന്താണ് സത്യത്തിൽ ഈ പൊസസീവ് പ്രോനോൺ, പൊസസീവ് ആഡ്ജക്റ്റീവ്, ഇതൊക്കെ എന്താണെന്നും അന്നേരം കൃത്യമായി തെളിഞ്ഞു വരും. അപ്പോൾ അത് പഠിക്കും. ഓക്കെ, ശരി, എന്നാൽ മുന്നോട്ട് പോകാമല്ലോ. റൈറ്റ്. ഇംഗ്ലീഷിൽ സർവനാമങ്ങളെ 3 വിഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. അവയുടെ പേരുകൾ പറഞ്ഞ് നിങ്ങൾക്ക് അധികഭാരം നൽകുന്നില്ല. അതുകൊണ്ട് പേരുകളൊന്നും പറയുന്നില്ല. ഈ പേരിനകത്തൊന്നും അർത്ഥമില്ല. വ്യാകരണം പഠിക്കുന്ന കാലത്ത് മനുഷ്യർ ഈ പേര് ഓർക്കുള്ളൂ. അത് കഴിയുമ്പം അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സർവനാമമാണ് ഐ. ഐ മലയാളത്തിൽ ഞാൻ. സബ്ജക്റ്റിൻ്റെ കോളത്തിൽ എഴുതിക്കൂ. സബ്ജക്റ്റിൻ്റെ കോളത്തിൽ ഐ എന്ന് എഴുതുക. നമ്പർ ഇട്ട് നമ്പർ 1 ഐ എന്ന് എഴുതുക കേട്ടോ. അപ്പം ഐ സമം ഞാൻ എഴുതിയല്ലോ. അങ്ങനെ 1 നമ്പർ 1 ഐ സമം ഞാൻ. പിന്നെ ഐ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അറിയാമല്ലോ കാര്യം, മറക്കരുത്. മനുഷ്യൻ്റെ ഈ അഹങ്കാരണം, അഹം എന്ന് എഴുതുമ്പോൾ എപ്പോഴും വലിയ അക്ഷരത്തിൽ എഴുതണമെന്ന് സാധ്യമാണ്. ഭാഷയിൽ പോലും മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ കാണിക്കല്ലേ. ഞാൻ വലിയവൻ, അത് കാരണം വലിയ അക്ഷരം എന്തായാലും എഴുതിയല്ലേ. അപ്പോൾ ഐ ഞാൻ, അഹം അഹങ്കാരം, അഹം ഞാനല്ല ഐ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് വലിയ അക്ഷരം തന്നെ എഴുതിക്കണം. ഞാൻ വലിയവനാണ് എന്നെപ്പോഴുള്ള ചിന്താഗതി. ഓക്കെ. അപ്പോൾ ഐ അഥവാ ഞാൻ എന്താണെന്നാണ് പറഞ്ഞത്? ഐ ഒരു സർവനാമം, ഒരു പ്രോനൗൺ അല്ലേ? ആണല്ലോ. ശരി. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറന്നുപോയി. ഒരു പേരിന് പകരം നിൽക്കുന്ന വാക്ക്, ശരിയല്ലേ? അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐ എന്ന സർവനാമം ഏത് പേരിന് പകരമാണ് നിൽക്കുന്നത്? എന്താ? ആരും പറഞ്ഞില്ലേ? അഞ്ചു പറ. അഞ്ചാ ശരിക്കും കേട്ടയാൾ. അതെ, അത് ശരി. അപ്പോൾ അഞ്ചുവിൻ്റെ പേരിന് മാത്രമേ പറ്റുള്ളൂ. അഞ്ചു നായരുടെ പേരിനും പറ്റിയല്ല. എന്താ പറഞ്ഞത്? എല്ലാവരുടെയും പേരിന് പറ്റുമോ? അങ്ങനെ പറ്റുമോ? എല്ലാവരുടെയും പേരിന് പകരം. അത് ശരി. അപ്പോൾ ഇനി നമുക്ക് നെഹ്റു എന്ന് പറയുന്നതിന് പകരം ഐ ഉപയോഗിക്കാം. എന്താ പറഞ്ഞത്? അത് പറ്റിയായിരുന്നു. അതെന്താ അങ്ങനെ? അപ്പോൾ പിന്നെ ആരുടെ പേരിന് പകരം ആയി വരുന്നത്? എന്താ? കറക്റ്റ്. സംസാരിക്കുന്നയാളെ സ്വന്തം പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഐ. ഒന്നുകൂടി പറയുന്നു. സംസാരിക്കുന്നയാളെ സ്വന്തം പേരിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഐ. അപ്പോൾ ഐയുടെ താഴെ എന്തെഴുതും? സംസാരിക്കുന്ന ആളുടെ പേരിന് പകരം. എഴുതിയോ? ഐ എഴുതിയില്ലേ? ഐ സമം ഞാൻ എഴുതിയില്ലേ? എന്നിട്ട് അതിൻ്റെ താഴെ ഒന്നുകൂടി എഴുതണം, വിശദീകരണം. അതോ ഇത് നിറഞ്ഞു പോകും. ആ എഴുതിയ കോളങ്ങളെല്ലാം നിറയും. സംസാരിക്കുന്ന ആളുടെ പേരിന് പകരം എന്നുകൂടി എഴുതിക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇതെന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? സർവനാമങ്ങളിലെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. ഇതാണ് എൻ്റെ ഗ്രാമാറ്റിക്കൽ പേര്. അപ്പോൾ ഏത് രൂപമാണിത്? കർത്തൃരൂപം. സബ്ജക്റ്റിൻ്റെ കോളത്തിൽ എഴുതിയേ. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കോളത്തിൽ വരുന്നതെല്ലാം കർത്തൃരൂപമാണ്. കർത്താവിൻ്റെ രൂപം, കർത്താവ്യ രൂപത്തിലാണ് വരുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ. മുകളിൽ എഴുതിയിരിക്കുന്ന മറക്കരുത്. എന്താണ് എഴുതിയിരുന്നത്? കർത്താവായി വരുന്നു എന്നല്ലേ എഴുതിയിരുന്നത്. അക്കാര്യം മറന്നേക്കരുത്. അപ്പോൾ ഒന്നാം കോളത്തിൽ എഴുതുന്നതല്ല കർത്താവായിട്ട് വരാനുള്ളതാണ് അല്ലേ? ഓക്കെ. എന്നാൽ ഇങ്ങനെ രണ്ട് കർത്താവ് ഇതിനെ, അതായത് ഐയെ കർത്താവാക്കുള്ള കുറേ ഉദാഹരണം തരാൻ പറ്റുമോ? സ്റ്റാർട്ട്. എന്താ പറഞ്ഞ് ഐ ചേർത്തുള്ള ഒരു സെൻറ്റൻസ് പറയാമെന്ന് ചോദിച്ചു. എല്ലാവരും പറയേണ്ടി വരുവേ. എല്ലാവരും കണ്ടുപിടിച്ചിരുന്ന വാക്ക് എല്ലാവരും കണ്ടുപിടിച്ചോണം.
എല്ലാവരും ഐ ചേർത്തുള്ള ഓരോ സെൻറ്റൻസ് പറഞ്ഞു നോക്കി. പറഞ്ഞു. ഐ വർക്ക് ഇൻ ദി NHS. വെരി ഗുഡ്. അടുത്ത ആൾ എന്താ പറയുക? ഐ ആം എ സ്റ്റുഡൻറ്റ്. അടുത്ത ആൾ പറഞ്ഞു ഐ വാസ് ഇൽ യെസ്റ്റർഡേ. ഒരു നല്ലതാണ് കേട്ടോ. അതിന് മലയാളം എന്തായിരിക്കും? എനിക്കിന്നലെ മേലായിരുന്നു. ഇങ്ങനെ പറഞ്ഞില്ല, എനിക്കിന്നലെ അസുഖമായിരുന്നു. മലയാളത്തിൽ എനിക്കെന്നാ വന്നിരിക്കുന്നല്ലേ, ഞാനല്ല. ഞാൻ ഇന്നലെ രോഗിയായിരുന്നു എന്നുള്ളത് അങ്ങനെയല്ല. എനിക്കിന്നലെ അസുഖം, എനിക്ക് മേലായിരുന്നു എന്നാ മലയാളത്തിൽ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ പറ്റില്ല. കാരണം അതോടെ കർത്താവാണ്. മലയാളത്തിൽ എനിക്കിന്ന് എൻ്റെ എന്ത് വന്നാലും വേണ്ടില്ല. അവിടെ അത് കർത്താവായത് കാരണം കർത്തൃരൂപം തന്നെ ഉപയോഗിച്ചിരിക്കണം അല്ലേ. ഐ വാസ് ഇൽ യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് മേലായിരുന്നു. എനിക്കെന്നാ മലയാളത്തിൽ വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ എനിക്കെന്ന് പറയാൻ പറ്റുമോ? കർത്തൃരൂപം ഉപയോഗിക്കണം അല്ലേ. ഐ വാസ് ഇൽ യെസ്റ്റർഡേ. ഇനി അടുത്തവരോട് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ. കണ്ടോ, ഒന്നാം അതല്ലേ ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. പറയാൻ അറിയത്തില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. അവിടെ ശ്രദ്ധിച്ചോ, ഞാനെന്നല്ല മലയാളത്തിൽ എനിക്ക്. ഇവിടെ ഇത് തന്നെയല്ലേ, എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ അല്ലേ. അറിയുക, നോ എന്ന ക്രിയയുടെ കർത്താവായത് കാരണം അല്ലേ. നോ എന്ന ക്രിയയുടെ കർത്താവ് ഐ. അത് കാരണം അത് ഐ ആയിട്ട് തന്നെ വരണം. മലയാളത്തിൽ എനിക്കറിയത്തില്ലെന്നാണ് പറഞ്ഞത്. പറ്റില്ല. അവിടെ കർത്താവാ. അറിയുക എന്ന ക്രിയയുടെ കർത്താവാണ് ഞാൻ. അപ്പോൾ ഐ തന്നെ വേണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മലയാളം സംസാരിക്കുന്നവർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിതില്ല. പറഞ്ഞില്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഏതെങ്കിലും വാചകത്തിൻ്റെ കർത്താവാണെങ്കിൽ അത് കർത്തൃരൂപത്തിൽ തന്നെ വേണം വരാൻ. ഇനി ആര് പറയാനുള്ളത്? അല്ല, നിൽക്കി. ഇനി അടുത്ത ആൾ പറയാതെ അവിടെ എത്തി. ഞാൻ പറയാം. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. അതൊന്ന് ഇംഗ്ലീഷിലാക്കി പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറയാം. ഇത് പറയാമോ നോക്കി? എല്ലാവരും നോക്കിക്കോണം. ഇനി പറയാൾ പറഞ്ഞു ഒത്തിരി പറഞ്ഞാൽ മതി. മറ്റുള്ളവരെല്ലാവരും സെൻറ്റൻസ് ഉണ്ടാക്കിയെടുത്തോണം കേട്ടോ. എൻ്റെ കാർന്നോന്മാരുടെ 4ാമത്തെ സന്താനമാണ് ഞാൻ. അങ്ങനെ പറയാം. എൻ്റെ അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കാർന്നോന്മാരുടെ 4ാമത്തെ സന്താനമാണ് ഞാൻ. ഈ സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മൈ പേരൻസ് എന്നോ? മൈ പേരൻസ് തുടങ്ങാൻ പറ്റുമോ? ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വാചകം തുടങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കണം? ഐ കൊണ്ടല്ല, കർത്താവ് കൊണ്ട്. ഐ ഇവിടെ കർത്താവ് എന്നേ ഉള്ളൂ. ഒരു വാചകം തുടങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കണം? കർത്താവ് കൊണ്ടായിരിക്കണം അല്ലേ. ഇപ്പോൾ ഞാനീ പറഞ്ഞ വാചകത്തിൽ കർത്താവ് ആരാണ്? എൻ്റെ കാർന്നോന്മാരുടെ 4ാമത്തെ സന്താനം ആണ് ഞാൻ. ഇതല്ലേ വാക്യം. ആരെയാ കർത്താവെന്ന് വിളിക്കുന്നത്? ഇത്ര പെട്ടെന്ന് മറന്നു പോയോ? ശരിയാ, പ്രവൃത്തി ചെയ്യുന്ന ആൾ കർത്താവാണ്. ഇവിടെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പ്രവർത്തിക്കുന്നയാളല്ലാതെ പിന്നെ ആർക്കൊക്കെ കർത്താവാകാം? സംസാര വിഷയവും കർത്താവാകാം അല്ലേ. ഇവിടുത്തെ സംസാര വിഷയം ആരെക്കുറിച്ചാണ്? അവിടുത്തെ സംസാര വിഷയം ആരാ? ഇവിടുത്തെ സംസാര വിഷയം എന്നെക്കുറിച്ചല്ലേ സംസാരിക്കുന്നേ. അപ്പോൾ ആരാ കർത്താവ്? ഞാൻ. അപ്പോൾ എൻ്റെ കാർന്നോന്മാരുടെ 4ാമത്തെ സന്താനമാണ് ഞാൻ എന്ന കാര്യം പറയുമ്പോൾ അത് തുടങ്ങുന്നത് എന്ത് കണ്ടായിരിക്കണം? ഐ കൊണ്ട് തുടങ്ങണമല്ലേ. എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വേണ്ടി നോക്കി. ഐ റൈറ്റ് യെസ് ഐ ആം ദ 4th child ഓഫ് മൈ പേരൻസ്. ഉണ്ടോ? ഐ ആം ദ 4th child ഓഫ് മൈ പേരൻസ്. ഞാനാണ് എന്ത്? 4ാമത്തെ സന്താനം. ആരുടെ? എൻ്റെ കാർന്നോന്മാർ. ഇംഗ്ലീഷ് തലതിരിച്ചാണ് പറയുന്നല്ലേ.
മലയാളത്തിൽ ഇങ്ങോട്ടായിരുന്നു, ഇംഗ്ലീഷിൽ അങ്ങോട്ടാണ്. ആ കാര്യം നിങ്ങൾ പതിയെ മനസ്സിലാക്കിക്കോളൂ അല്ലേ. ഐ ആം ദ 4th ചൈൽഡ് ഓഫ് മൈ പേരൻസ്. എൻ്റെ കാരണവന്മാരുടെ 4ാമത്തെ സന്താനമാണ് ഞാൻ. നേരെ എങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചാൽ പോകുന്നല്ലേ, എഴുതി നോക്കിയല്ലേ. അപ്പോൾ ഒരു വാചകത്തിലെ കർത്താവ് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് എങ്ങനെ കർത്താവിനെ കണ്ടുപിടിക്കും, എങ്ങനെ കർമ്മത്തെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിപ്പോഴല്ല, അത് ക്രിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ. ക്രിയയെക്കുറിച്ച് പഠിക്കുകയാണ് വ്യാകരണത്തിൻ്റെ 90%. ഈ സർവ്വനാമക്ക് 1-2 ദിവസം കൊണ്ട് അത് തീരും. അത് കഴിഞ്ഞ് പിന്നെ മണിക്കൂറുകളിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് സർവ്വനാമം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സർവ്വനാമങ്ങളുടെ ഈ രൂപഭേദങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് അടുത്തിലേക്ക് മാറാം. ഏതാണ് ഇതിൻ്റെ ഓബ്ജക്റ്റ്, കർമ്മരൂപം എന്താണെന്ന് നോക്കാം. 2ാമത്തെ കോളം അല്ലേ. ഐ നമുക്ക് കർത്തൃരൂപം കിട്ടി. ഇനി ഇതിൻ്റെ കർമ്മരൂപം ഏതാണെന്ന് നോക്കാം, അതായത് ഓബ്ജക്റ്റ്. അതിന് മുമ്പ് വേറൊരു കാര്യം ചോദിക്കട്ടെ. കർത്താവ് ആരാണ്? ശരി, പ്രവൃത്തി ചെയ്യുന്നയാൾ. കർമ്മമോ? പറഞ്ഞാൽ ഒന്ന്, കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളല്ലെങ്കിൽ വസ്തു. രാമൻ രാവണനെ കൊന്നുവെന്ന വാക്യത്തിൽ പ്രവൃത്തി ചെയ്ത രാമൻ കർത്താവും പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച രാവണൻ കർമ്മവും. അല്ലെങ്കിൽ ഗോപാലൻ പശുവിനെ വിറ്റു എന്ന വാക്യത്തിൽ പശു കർമ്മവും ഗോപാലൻ കർത്താവും. തെറ്റരുത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്ന മലയാള നാമത്തിൻ്റെ കർമ്മരൂപം എന്താണെന്ന് പറയാമോ? എന്നെ എന്നാകും അല്ലേ? അല്ല അല്ലേ, എന്നെ എന്നാകും അല്ലേ. അയ്യുടെ കർമ്മരൂപം, അതായത് എന്നെ എന്ന മലയാളത്തിനുള്ള ഇംഗ്ലീഷ് എന്താണെന്ന് പറയാമോ? റൈറ്റ്, മീ. ME മീ, എന്നെ. ഞാൻ എന്നുള്ളതിൻ്റെ കർമ്മരൂപം എന്നെ. അവൻ എന്നെ കണ്ടു അല്ലേ. അതിനുള്ള ഇംഗ്ലീഷാണ് മീ. ME മീ. 2ാമത്തെ കോളത്തിൽ അപ്പോൾ എന്താണ്? മീ സമം എന്നെ അല്ലേ. 2ാമത്തെ കോളത്തിൽ. അപ്പോൾ മീ കർമ്മരൂപമായതിനാൽ പ്രത്യേകം ശ്രദ്ധിച്ചോണേ. മീ കർമ്മരൂപമായതിനാൽ ഒരു വാക്യം തുടങ്ങുന്നത്, ഒരു വാചകം തുടങ്ങുന്നത് മീ കൊണ്ടാകാൻ സാധ്യമല്ല. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒരു വാചകം തുടങ്ങേണ്ടത് എപ്പോഴും കർത്താവ് കൊണ്ടായിരിക്കണം അല്ലേ. അതുകൊണ്ട് കർമ്മമായ മീയെ ഒരിക്കലും ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ കൊണ്ടിടാൻ സാധ്യമല്ല. കാരണം മീ കർമ്മരൂപമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മീ കൊണ്ട് ഒരു സെൻറ്റൻസ്, അതായത് 2ാം കോളത്തിൽ വരുന്ന ഒന്നുകൊണ്ടും ഒരു സെൻറ്റൻസും തുടങ്ങാൻ പാടില്ല. ഇത് കർമ്മമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കണം അല്ലേ. ഇനി വേറൊരു കാര്യം, ഈ കർമ്മരൂപം ഉപയോഗിക്കേണ്ട വേറൊരു സന്ദർഭം കൂടെ ഉണ്ട്. അറിയാമോ? കർമ്മമായിട്ട് വരുമ്പോൾ മാത്രമല്ല, എന്ന് പറഞ്ഞാൽ സർവനാമങ്ങൾ കർമ്മം അല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിലും കർമ്മരൂപം ഉപയോഗിക്കേണ്ടതായി വരും. അതെവിടെയാണെന്ന് ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന വാക്ക്, അതായത് ഇൻ, ഓൺ, ബൈ, ഓഫ്, വിത്ത്, ത്രൂ, അറ്റ്, ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ്, വിഭക്തി പ്രത്യയങ്ങൾ എന്ന മലയാളത്തിൽ പറഞ്ഞ് എനിക്ക് ശരിക്കും നിശ്ചയമില്ല എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പോൾ ഇത് പ്രിപ്പോസിഷൻസ്, ഇന്ന്, ഓണ്, ബൈ, അറ്റ്, വിത്ത്, വിത്തൗട്ട്, ഓവർ, ബൈ, അണ്ടർ, ഇങ്ങനെ പലതുമുണ്ടല്ലോ. ഇങ്ങനെയുള്ള പ്രിപ്പോസിഷനുകൾക്ക് ശേഷവും കർമ്മരൂപം വേണേൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് വിത്ത് മീ, എൻ്റെ കൂട്ടത്തിൽ. കണ്ടോ? വിത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഐയുടെ കൂട്ടത്തിൽ
എൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുമ്പം എന്നെ കൂട്ടത്തിൽ നിന്നല്ല, എൻ്റെ കൂട്ടത്തിൽ. വിത്ത് മീ, ഓൺ മീ, ബൈ മീ, ഇൻ മീ, ത്രൂ മീ, അല്ലേ? ഓൺ മീ എന്ന് എൻ്റെ മേൽ, ബൈ മീ എന്നാൽ, ഇൻ മീ എന്നിൽ, ത്രൂ മീ എന്നിൽ കൂടി, അല്ലേ? അണ്ടർ മീ, ഓവർ മീ, അപ്പോൺ മീ. അപ്പോൾ പ്രിപ്പോസിഷൻസ് ഏത് വന്നാലും അതിനു ശേഷവും സർവനാമങ്ങളുടെ കർമ്മരൂപം വേണം ഉപയോഗിക്കുവാൻ. അപ്പോൾ കർമ്മരൂപങ്ങൾ ഉപയോഗിക്കേണ്ട 2 അവസരങ്ങളുണ്ട്. ഒന്ന്, കർമ്മമായിട്ട് വരുമ്പോൾ, ഒരു ക്രിയയുടെ കർമ്മമായിട്ട് വരുമ്പോൾ. 2, ഒരു പ്രിപ്പോസിഷന് ശേഷം. ഈ 2 കാര്യങ്ങൾ ഓർത്തോണം. കർമ്മമായിട്ട് വരുമ്പോൾ കർമ്മരൂപം ഉപയോഗിക്കണം. പിന്നെ പ്രിപ്പോസിഷൻസ് വരുമ്പോൾ അവിടെയും കർമ്മരൂപം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കർമ്മരൂപമുള്ള ഓരോരോ ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വളരെ ഉണ്ടാക്കൂ. എല്ലാത്തിനകത്തും എന്താ പറയുന്നത്? മീ എന്ന കർമ്മരൂപം ഉണ്ടായിരിക്കും, അല്ലേ? മീ എന്ന കർമ്മരൂപമുള്ള ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കുക. പറയാൻ തുടങ്ങിക്കൂ. ആരാ തുടങ്ങുന്നത്? പറഞ്ഞു. ഹീ സോ മീ, അവൻ എന്നെ കണ്ടു. ഹീ, അവൻ, സോ, കണ്ടു. ആരെ കണ്ടു? എന്നെ കണ്ടു. ഹീ സോ മീ. അടുത്താൾ പറഞ്ഞു. വളരെ നല്ലത്. ഡു യു നോ മീ, എന്നെ അറിയുമോ? നീ അറിയുമോ എന്നെ? എന്നെ നീ അറിയുമോ, അല്ലേ? ഡു യു നോ മീ, എന്നെ അറിയുമോ? എന്നെ നീ അറിയുമോ? നെക്സ്റ്റ്, അടുത്തരാ. ട്രസ്റ്റ് മീ, കണ്ടോ? എന്നെ വിശ്വസിച്ചോടാ, വിശ്വസിച്ചോടാ എന്നെ. തലതിരിച്ചാൽ പറഞ്ഞപ്പോഴും, അല്ലേ? ഇംഗ്ലീഷ് മലയാളം. ട്രസ്റ്റ് മീ, നീ എന്നെ വിശ്വസിച്ചോടാ, ഒരു പേടിക്കാതെ ഞാൻ പൈസ തിരിച്ചു തരാം. ട്രസ്റ്റ് മീ, വായ്പ പേടിക്കാം. ട്രസ്റ്റ് മീ, വിശ്വസിക്കുക. നീ എന്നെ വിശ്വസിക്കൂ, അല്ലേ? അടുത്ത് പറഞ്ഞു. കം വിത്ത് മീ. കറക്റ്റ്. കം വിത്ത് മീ, എൻ്റെ കൂടെ തന്നു വാടാ, എൻ്റെ കൂട്ടത്തിൽ വാ. കം വിത്ത് മീ, കം വിത്ത് മീ, എൻ്റെ കൂട്ടത്തിൽ വാ. കണ്ടോ? വിത്ത് ചേർന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന്, അല്ലേ? എൻ്റെ, പക്ഷേ അത് ഇംഗ്ലീഷാണെന്നും വരുന്നില്ലല്ലേ? വിത്ത് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വിത്ത് മീനേ ഉള്ളൂ, അല്ലേ? എൻ്റെ ഒന്നും വാക്കൊന്നും വരുന്നില്ല. വേറെന്ന് പറഞ്ഞു. എന്താ എന്ന് പറഞ്ഞ്? എന്താ? യെസ്. ഹീ ഗേവ് മീ എ ബുക്ക്, അവൻ എനിക്കൊരു പുസ്തകം. ഹീ ഗേവ് മീ, എനിക്കെന്ന ഗീവ് എന്ന ക്രിയ കാരണം മലയാളത്തിൽ എന്നെ എന്ന് പറയുന്നതിന് പകരം എനിക്കെന്നായി, അല്ലേ? ആ ഗീവ് കഴിഞ്ഞാൽ പിന്നെ ഗീവ് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിച്ച് ഞാനാ. കാരണം ഹീ ഗേവ് മീ, പക്ഷെ മലയാളത്തിൽ എനിക്കെന്നാകും. ടു ഒക്കെ ചേർത്ത് നോ 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 നോ, അല്ലേ? ഹീ ഗേവ് മീ, അവൻ എനിക്ക് തന്നു. ഹീ ഗേവ് മീ എ ബുക്ക്, കണ്ടോ? ഹീ ഗേവ് മീ. ഓർത്തോണം, തെറ്റുപിടിച്ചേക്കരുത് കേട്ടോ. അപ്പം മലയാളത്തിൽ വരുന്ന വാക്കുകൾ നോക്കി അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയേക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിലെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക മാത്രമേ ചെയ്യാവുള്ളൂ. അല്ല എൻ്റെ ഭാഷയിൽ ഇങ്ങനെയാണ്, എൻ്റെ ഭാഷയിൽ അങ്ങനെയാണ്, നോ 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 നോ, അത് നടക്കില്ല. അപ്പോൾ ആരും ട്രാൻസ്ലേഷന് മുതിരാൻ പോകരുത്. ആശയം മനസ്സിൽ മലയാളത്തിൽ വന്നു. കാരണം മലയാളത്തിൽ ജനിച്ച് വളർന്നവർ അത് അങ്ങനെ ആശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആശയം ഉണ്ടാകുക മാത്രമേ പാടുള്ളൂ. പിന്നെ അവിടെ ഇൻ്റെന്നാണല്ലോ, ഇവിടെ ഇന്നെന്നാണല്ലോ, ഇറ്റെന്നാണല്ലോ, നോ, അതൊന്നും ചിന്തിക്കരുത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ ഭാഷാ നിയമങ്ങൾ അനുസരിച്ച് പോവുക, അത്ര ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ ഇനി നമ്മൾ അടുത്ത കുളത്തേക്ക് പോകാം, അതായത് പൊസസീവ് ആഡ്ജക്റ്റീവ്. ഇപ്പം ഇതുവരെ നമ്മൾ എന്താ കണ്ടത്? ഒന്നാമത്തെ പ്രോനൗണായ ഐയുടെ കർത്തൃരൂപം, അതിൻ്റെ കർമ്മരൂപം മീ, ഐ മീ. ഇനി നമ്മൾ പോവുകയാണ് ഇതിൻ്റെ പൊസസീവ് ആഡ്ജക്റ്റീവ് എന്താണ്.
ഇത് കൈവശാവകാശം കാണിക്കുന്ന ഒരു നാമവിശേഷണമാണെന്നും അതുപോലെ തന്നെ ഈ കോളത്തിൽ വരുന്നവയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അതാണ് ഇനി ആവർത്തിക്കുന്നില്ല അല്ലേ. പൊസസീവ് ആഡ്ജക്റ്റീവ് ഉള്ളപ്പോൾ അതിന് അതുണ്ട് ഇതുണ്ട് മറ്റുണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞായിരുന്നല്ലേ. എല്ലാം ഓർത്തിരിക്കണം. അപ്പോൾ കൊത്തി എഴുതിയിട്ടുണ്ടല്ലോ, ഓർത്താൽ മതി. ഒരു ഉദാഹരണം എടുക്കാം. ഒരു ചുവന്ന കാർ അവിടെ കിടപ്പുണ്ട്. ഒരു ചുവന്ന കാറ് അവിടെ കിടപ്പുണ്ട്. ഈ വാക്യത്തിൽ ചുവന്ന ഒരു നാമവിശേഷണമാണല്ലേ. ചുവന്ന കാറ് അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു വാക്യം പറയാം. എൻ്റെ കാർ അവിടെ കിടപ്പുണ്ട്. ഒന്നാമത്തെ വാക്യത്തിൽ ചുവന്ന എന്ന വാക്ക് എങ്ങനെ കാറിനെ വിശേഷിപ്പിച്ചു അങ്ങനെ തന്നെയാണ് എൻ്റെ എന്ന വാക്കും കാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വാചകത്തിലെ നാമവിശേഷണം ഒരു ഗുണത്തെ, അതായത് അതിൻ്റെ നിറത്തെ കാണിക്കുന്ന നാമവിശേഷണമാകുമ്പോൾ രണ്ടാമത്തെ വാചകം എൻ്റെ കാർ അവിടെ കിടപ്പുണ്ട് എന്ന വാക്യത്തിൽ എൻ്റെ എന്ന വാക്കും കാർ എന്ന നാമത്തെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ആ വിശേഷണം ഒരു ഗുണത്തെ അല്ല, മറിച്ച് കൈവശാവകാശത്തെയാണ് കാണിക്കുന്നത് അല്ലേ. അതായത് ഞാൻ കൈവശം വച്ചിരിക്കുന്ന ഒരു കാറ് കാണിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അക്കാര്യം പറഞ്ഞു കേൾപ്പിക്കുന്നത്? അതെൻ്റെ കാറാണ്, അങ്ങനെയല്ലേ പറയുന്നത്. ഇംഗ്ലീഷിൽ അതെങ്ങനെയായിരിക്കും പറഞ്ഞത്? ഇറ്റ്സ് മൈ കാർ. മൈ കാർ, എൻ്റെ കാർ. അപ്പോൾ ഐയുടെ പൊസസീവ് ആഡ്ജക്റ്റീവാണ് മൈ, MY, മൈ. ഇറ്റ്സ് മൈ കാർ എന്ന് പറയുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് പറയുകയാണ് അല്ലേ. ഞാൻ അത് കൈവശം വച്ചിരിക്കുന്നവനാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് മൈ കാർ. അപ്പോൾ മൈ എന്ന വാക്കുകൊണ്ട് കൈവശാവകാശം കാണിക്കാൻ, അത് കാരണമാണ് നമ്മളതിനെ പൊസസീവ് ആഡ്ജക്റ്റീവ് എന്ന് വിളിച്ചത്. അപ്പോൾ മൂന്നാം കോളത്തിൽ എന്തെഴുതും? മൈ സമം എൻ്റെ അല്ലേ. പൊസസീവ് ആഡ്ജക്റ്റീവാണ്. അപ്പോൾ എഴുതിയല്ലോ, മൈ സമം എൻ്റെ. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്ന എങ്കിലും ഒരിക്കൽ കൂടി പറയാം. മൈ എന്ന നാമവിശേഷണം ഒരു നാമത്തിൻ്റെ മുന്നിലായിട്ട് വേണം ഉപയോഗിക്കാനല്ലേ. മൈ എന്ന വാക്കിന് ഒരിക്കലും തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. അക്കാര്യം മറക്കരുത്. കാരണം എന്താണ്? ഇതൊരു ആട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ് ആണല്ലേ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇറ്റ് ഈസ് മൈ എന്ന് പറഞ്ഞു നിർത്താൻ പറ്റുമോ? പറ്റില്ല. ഇറ്റ് ഈസ് റെഡ് എന്ന് പറഞ്ഞു നിർത്താം.